നമ്മൾ സ്വാഭാവികമായിട്ട് പോകുന്നത് വയനാട്ടിലേക്ക് തന്നെയാണ്. വയനാട്ടിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദുരന്തത്തിൽ 3 ജീവനുകൾ നഷ്ടപ്പെട്ടു. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്, ഇന്നും തുടരും. NDRFും പോലീസും സിവിൽ ഡിഫൻസ്, ഫയർഫോഴ്സ് എന്നിവരുമൊക്കെ സംയുക്തമായിട്ടായിരിക്കും ഇന്നും തിരച്ചിൽ നടത്തുക. റോഡിലെ മണ്ണ് നീക്കൽ ഇന്നലെ ആരംഭിച്ചെങ്കിലും വേഗത കൂട്ടാൻ ഇന്ന് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുന്നുണ്ട്. മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പൂർത്തിയായി. വിവരങ്ങളുമായി ലിൻഡോ വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ലിൻഡോ, ഇന്ന് പുലർച്ചെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മണിവരെയൊക്കെ രക്ഷാദൗത്യം നീണ്ടുപോയിരുന്നു. ഇന്നലെ ആരംഭിച്ചത് ഒരു 3 മണിവരെയൊക്കെ നീണ്ടുപോയിരുന്നു. ഇന്നിനിയിപ്പം എങ്ങനെയാണ് തിരച്ചിൽ നടത്താൻ പോകുന്നത്? ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇന്നത്തെ രാവിലത്തെ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? സേതു, കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പ്രദേശത്ത് ഇന്നലെ പുലർച്ചെ വരെ ഈ തിരച്ചിൽ തുടർന്നിരുന്നു. എന്നാൽ ഇപ്പോഴും ചില ചെറിയ മണിക്കൂറുകൾ മാത്രമാണ് ഈ തിരച്ചിൽ നിർത്തിവെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഈ തിരച്ചിൽ തുടർന്നിരുന്നു. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പ്രധാനമായും കൺസ്ട്രക്ഷൻ കമ്പനി അറിയിച്ചതനുസരിച്ച് 5 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഈ 5 പേരെ തേടിയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞ പോലെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും NDRF, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സംഘാംഗങ്ങൾ വിവിധ ഭാഗങ്ങൾ തിരിച്ചാണ് ഇന്ന് ഈ തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് മന്ത്രി പറഞ്ഞ പോലെ തന്നെ പ്രധാനമായും ഈ ദുരന്തമുണ്ടായ ഭാഗത്തെ 4 സോണുകളായി തിരിച്ചിട്ടാണ് ഇന്ന് ഈ തിരച്ചിൽ നടത്തുന്നത്. ഈ തിരച്ചിൽ പ്രധാനമായും ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ 5 പേരെ കുറിച്ചിട്ടുള്ള തേടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചൂരൽമലയിലേക്ക് പോകുന്ന പ്രധാന വഴിയിലേക്കാണ് ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ടാർപോളിനിട്ട് മൂടിയ ഭാഗത്തെ മണ്ണൊലിച്ച് ഈ റോഡിന്റെ ഭാഗത്തേക്കും പാലത്തിന്റെ ഭാഗത്തേക്കും എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ ഈ പാലം ഈ വഴി ബ്ലോക്ക് ആയിരുന്നു. ഈ ചൂരൽമല ഭാഗത്തേക്ക് ഇതിനപ്പുറത്തേക്കുള്ള ഭാഗത്തുള്ള ആളുകൾക്ക് ഈ യാത്ര ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നമുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ രാത്രി തന്നെ ആ റോഡിലുള്ള മണ്ണ് നീക്കം ചെയ്യുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതാണ് പ്രധാനമായും ഈ രക്ഷാ ദൗത്യങ്ങളിൽ പ്രധാനമായും ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ചൂരൽമലയിലേക്കും കൽപ്പറ്റയിലേക്കുമുള്ള ഈ റോഡ് തടഞ്ഞു പോയ ഭാഗം മണ്ണ് മൂടി ഗതാഗതം തടസ്സപ്പെട്ട ഭാഗം പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്ത് അവിടെ ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഔദ്യോഗികമായി 3 മരണമാണ് ഈ ദുരന്തത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഈ 3 പേരും 3 സംസ്ഥാനങ്ങളിലുള്ളവരാണ്. ഈ മരണപ്പെട്ട നിർമ്മാണ തൊഴിലാളികൾ, അതിഥിത്തൊഴിലാളികൾ. ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ അവരവരുടേതായ വീടുകളിൽ എത്തിക്കേണ്ടതുണ്ട്. അതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ മൃതദേഹങ്ങൾ എത്തിക്കുകയും അവിടുന്ന് എംബാം ചെയ്തതിനു ശേഷം വിമാനമാർഗമായിരിക്കും ഈ മൃതദേഹങ്ങൾ ഈ അവരവരുടെ വീടുകളിൽ എത്തിക്കുന്നത്. ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ സ്വദേശികളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഈ അതിഥി തൊഴിലാളികൾ തന്നെയാണ് ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് കൺസ്ട്രക്ഷൻ കമ്പനി പറഞ്ഞതനുസരിച്ചുള്ള ഒരു പ്രാഥമികമായ അനുമാനം. എന്തായാലും മന്ത്രി ടി സിദ്ദിഖും മന്ത്രി എ പി അനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തും. നേരിട്ട് തന്നെ ഒരു ഏകോപനം എന്ന രീതിയിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സ്ഥലം MLA കൂടിയാണ് മന്ത്രി ടി സിദ്ദിഖ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് അറിയിച്ചത്. കൂടാതെ ഉച്ചയോടുകൂടി തന്നെ മുഖ്യമന്ത്രി VD സതീശനും ഈ ദുരന്തമുഖത്തേക്ക് എത്തും, കാര്യങ്ങൾ വിശദമായി പഠിക്കും. എന്തായാലും ഇതിനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ കമ്പനി മണ്ണ് കൂട്ടിയിട്ടതിന്റെ ഭാഗമായി ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ്. വിവാദങ്ങൾ ഒരു വഴിക്ക് നിൽക്കുമ്പോഴും ഇന്ന് ഈ തിരച്ചിൽ എങ്ങനെയാണ്, ഇന്നത്തെ ഒരു തിരച്ചിൽ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ തിരച്ചിൽ നടക്കുന്നത് എങ്ങനെയാണ്? ഇതിപ്പോ സോണുകളായിട്ട് മാറ്റിയുള്ള തിരച്ചിലാണോ? ഈ മുഴുവൻ മണ്ണും മാറ്റിയുള്ള ഒരു സമ്പൂർണ്ണ തിരച്ചിലാണോ ഇന്ന് അവിടെ നടക്കുന്നത്? സേതു, പ്രധാനമായും 4 സോണുകളിലായി തിരിച്ചിട്ടാണ് ഈ മണ്ണ് മാറ്റിക്കൊണ്ട് പ്രധാനമായും
കുന്നുകൂടിയ മണ്ണ് മാറ്റിയതിനു ശേഷമുള്ള തെരച്ചിലാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഈ മണ്ണ് അടിയന്തരമായി ഇവിടുന്ന് മാറ്റും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ മണ്ണ് മാറ്റിയാൽ മാത്രമേ ഈ തെരച്ചിൽ സുഗമമായി നടക്കുകയുള്ളൂ. അതിനുള്ള ഒരു പദ്ധതിയാണ് ഇന്നലെ മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞത്. 4 ഭാഗങ്ങളിലായി തിരിച്ച് 4 ഭാഗങ്ങളിലും ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ 4 ഭാഗങ്ങളായി 4 വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരിക്കും ഇന്നത്തെ പ്രധാനമായും തിരച്ചിൽ നടക്കുക. അത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഈ തിരച്ചിലിന്റെ കാര്യത്തിൽ ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ തിരച്ചിൽ ആവശ്യമായിട്ടുള്ള കൂടുതൽ സന്നാഹങ്ങൾ ഈ ദുരന്തമുഖത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ടിപ്പറും JCB അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇന്നലെ രാത്രിയോട് തുടങ്ങി കൂടുതൽ സംവിധാനങ്ങൾ ഈ ദുരന്തമുഖത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ ഏറ്റവും ഊർജ്ജക്ഷമമായി തന്നെ ഈ തിരച്ചിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രി അടക്കമുള്ള ആളുകൾ ഉടൻ തന്നെ ഇവിടെ എത്തുകയും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് ഏകോപനം നടത്തുകയും ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സേതു, ഈ കെടാവർ നായ്ക്കളൊക്കെ ഇന്ന് എത്തിക്കുമെന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴാവും ഉണ്ടാവുക? എന്തായാലും ഈ ഉടൻ തന്നെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ മഴ പ്രതികൂലമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രി തന്നെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാവിലെയും ഈ നല്ല മഴ ഇടവിട്ടിടവിട്ടുള്ള മഴ ഇവിടെയുണ്ട്. ഇത് ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഒന്നാമത് ഈ മൂടിയിട്ട ഈ ഒന്നുകൂടിയ മണ്ണിൽ മഴവെള്ളം ഇറങ്ങി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനൊക്കെ മറികടക്കുന്ന രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഇത് വിംസ് ഹോസ്പിറ്റലിൽ നടന്ന യോഗത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിച്ചു. ശരി. അപ്പം വയനാട്ടിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ അവിടെ ഇപ്പോഴും മഴ നിലനിൽക്കുന്നുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന് ചെറിയ പ്രശ്നവുമാണ്. പക്ഷേ എങ്കിലും തിരച്ചിൽ തുടരുന്നുണ്ട്. ഇന്ന് അവിടെ മേഖലയിൽ സോണുകളായി തിരിച്ചുള്ള 4 സോണുകളായി തിരിച്ചുള്ള സമ്പൂർണ്ണ തിരച്ചിലാണ് നടത്തുന്നത്. ഇനിയും കണ്ടെത്താൻ 5 പേരുണ്ട്. അപ്പം ഇവർ എവിടെയാണ്, ഇവർ ഏത് ഭാഗത്താണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. മീനാക്ഷിപ്പുഴയുടെ പാലം കടന്ന് അപ്പുറത്ത് ചെന്ന് അവിടെ വിശദമായ തിരച്ചിൽ നടത്തിയെങ്കിൽ മാത്രമേ ശരിക്കും നടന്ന കാര്യങ്ങൾ എത്ര പേര് അപകടത്തിൽപ്പെട്ടു. ഇപ്പം ഈ അപകടം ഇന്നലെ ഒരു 11:30-12 മണിയോടുകൂടി ഉണ്ടാകുന്ന ഒരു അപകടമാണ്. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ കാണുകയൊക്കെ ചെയ്തു. പക്ഷെ എത്ര പേര് അവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും ഈ നിമിഷവും വന്നിട്ടില്ല. 18 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് അങ്ങനെ തന്നെയാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം സമ്പൂർണ്ണമായ രീതിയിൽ നടന്നു കഴിഞ്ഞ് ഈ മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കാണാതായവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്ന മുറയ്ക്കായിരിക്കും അതിൽ ഒരു വ്യക്തത വരിക. നമുക്ക് വീണ്ടും അവിടേക്ക് പോകാം.